മംഗലാപുരത്ത് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ രണ്ടുപേരാണ്. ഒന്ന് മലയാളിയായ അഷ്റഫും മറ്റൊന്ന് അബ്ദുറഹ്മാനും. രണ്ട് മുസ്ലിം യുവാക്കളാണ്. ഈ മുസ്ലിം യുവാക്കളെ ഇവിടുത്തെ RSS സംഘപരിവാർ ബജ്റംഗ് ദളിൻ്റെ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തി അവർ കൊല്ലപ്പെട്ടു. അതിന് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, അവർക്ക് അർഹിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് മാത്രമല്ല, ഇതിന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ RSSൻ്റെ നേതാക്കൾ അത്തരം കേസുകൾ അത് നടക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മംഗലാപുരം ടൗണിൽ SIO സോളിഡാരിറ്റി ദക്ഷിണ കന്നഡ ലീഡേഴ്സ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ നേരത്തെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കേട്ടിരുന്ന ആൾക്കൂട്ടങ്ങൾ ക്രൂരമായി മർദ്ദിച്ച് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ, പിന്നോക്ക വിഭാഗങ്ങളായ ദലിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളെയൊക്കെ ക്രൂരമായ മർദ്ദനത്തിന് ഇവർ RSSൻ്റെ ബജ്റംഗ് ദൾ പ്രവർത്തകർ, സംഘപരിവാറിൻ്റെ ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പശുക്കടത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ ബീഫ് ഭക്ഷിച്ചതിൻ്റെ പേരിലൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ മംഗലാപുരത്ത് നടന്നത്. അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം യുവാവ് കേരളത്തിൽ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്വദേശിയാണ്. മാനസിക അസ്വസ്ഥമുള്ളൊരു യുവാവ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ ചെന്ന് വെള്ളം കുടിച്ചു എന്നതാണ് പേരിൽ. മാത്രമല്ല, ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾ ചെയ്ത രീതി ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. പശുക്കടത്ത് എന്നാരോപിച്ചുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ നേരത്തെ കൊലപാതകം നടന്നത്. ഇവിടെ നടന്നിട്ടുള്ളത് പാകിസ്ഥാൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള മുസ്ലിം യുവാക്കളെ ഇവിടുത്തെ സംഘപരിവാറുകൾ ക്രൂരമായിട്ട് മർദ്ദിച്ചു കൊന്നുകളയുന്നത്. ഇവർക്ക് നമ്മുടെ ഒരു ഡിമാൻഡുണ്ട്. ഇവർക്ക് 22ഓളം പ്രതികൾ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ അത്രമാത്രം കാര്യം ചെയ്താൽ പോരാ, ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ഇവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇതുപോലെ തന്നെ കണ്ടെത്തി അവരെയും കേസിൽ ചേർത്തി അവർക്കും ശിക്ഷ കൊടുക്കണം. സംഘപരിവാറിൻ്റെ നേതാക്കളുണ്ട്. മാത്രമല്ല, ഈ കുടുംബമുണ്ട്. ഇവരെ ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് കുടുംബം തന്നെ വല്ലാതെ പ്രയാസപ്പെടുക. ആ കുടുംബത്തിന് മാന്യമായ സ്വഭാവത്തിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുക. സർക്കാർ അതിൽ ഉണർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതുണ്ട്. സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടുത്തെ സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഈ ക്രിമിനലുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇത്തരം ഡിമാൻഡുകളാണ് ഈ പൊതുസമ്മേളനത്തിലൂടെ ഇവർ ആവശ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടകനായിക്കൊണ്ടാണ് കേരള സോളിഡാരിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനിവിടെ ಎತ್ತಿയിട്ടുള്ളത്. ಅಶ್ರಫ್ ಮತ್ತು ರಹಮಾನ್ ಕೊಲೆಯ ಇಲ್ಲಿ ಕಾನೂನಾತ್ಮಕವಾಗಿ ಕೋಮು ದ್ವೇಷವನ್ನು ನಿಲ್ಲಿಸುವಂತಹ ಬಹಳ ದೊಡ್ಡ ಅಗತ್ಯ ಒಂದಿದೆ. ನಾನು ಇಲ್ಲಿ ಮುಖ್ಯವಾಗಿ 3 ವಿಷಯಗಳನ್ನು ಇಡ್ತಾ ಇದ್ದೇನೆ. ಒಂದು, ಯಾರೆಲ್ಲ ಇಲ್ಲಿ ಬಂಧನಗೊಳಗಾಗ್ತಾ ಇದ್ದಾರೆ ತಕ್ಷಣ ಬೇಲ್ ಮೇಲೆ ಹೊರಬರ್ತಾ ಇದ್ದಾರೆ. ಹೊರಗೆ ಪೊಲೀಸ್ ಹೇಳುವುದು, ಸರ್ಕಾರ ಹೇಳುವುದು, ನಾವೇನು ಮಾಡುವುದು, ನ್ಯಾಯಾಲಯಗಳು ಜಾಮೀನು ನೀಡ್ತಾ ಇದೆ ಅಂತ. ಅದಕ್ಕೆ ಅಲ್ವಾ UAP ಥರದ ಕಾನೂನುಗಳಿರುವುದು. ಅದು BJP ತಂದ ಕಾನೂನಲ್ಲಲ್ವ ಈ UAP ಅಂತ ಹೇಳುವಂತಹದ್ದು. ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರ ತಂದಂತಹ ಕಾನೂನು UAP. ಯಾಕೆ ಅದನ್ನು ಬೇಕಾದಲ್ಲಿ ನೀವು ಯೂಸ್ ಮಾಡಲ್ಲ? ನೀವೇ ಹೇಳ್ತೀರಿ UAP ಕಾನೂನನ್ನು BJP ಮಿಸ್ಯೂಸ್ ಮಾಡ್ತಾ ಇದೆ ಅಂತ ಹೇಳಿ. ಉಮರ್ ಖಾಲಿದ್ ಥರದ ಅದೆಷ್ಟೋ ನಾಯಕರಲ್ಲಿ ಜೈಲಿನಲ್ಲಿ 5 ವರ್ಷಗಳಿಂದ ಹೆಚ್ಚು ಕಾಲದಿಂದ ಕೊಳೆಯುತ್ತಾ ಇದ್ದಾರೆ. ಅದರ ಸರಿಯಾದ ಯೂಸ್ ಮಾಡಲಿಕ್ಕೆ ನಿಮ್ಮಿಂದ ಸಾಧ್ಯವಿಲ್ಲವೇ? UAP ಥರದ ಕಾನೂನುಗಳನ್ನು ಬಳಸಿಕೊಂಡು ಇಂತಹ ಕೋಮು ದ್ವೇಷವನ್ನು ಹರಡುವವರನ್ನು, ಕೋಮು ದ್ವೇಷ ಹರಡಿಸಿ ಕೋಮು ದ್ವೇಷದ ಹೆಸರಿನಲ್ಲಿ ಜನರನ್ನು, ಅಮಾಯಕರನ್ನು ಕೊಲ್ಲುವವರನ್ನು ಯಾವಾಗ ನೀವು UAP ಅಡಿಯಲ್ಲಿ ಅವರನ್ನು ಬಂಧಿಸ್ತೀರಿ? ಇನ್ನು ಕೊಂದವರು ಮಾತ್ರವಲ್ಲ, ಇದು ಕೊಲ್ಲುವನ್ನು ಪ್ರಚೋದಿಸುವಂತಹ, ಇದರ ಸಂಚು ರೂಪಿಸುವಂಥವರನ್ನು ನೀವು ಯಾವಾಗ ಬಂಧಿಸ್ತೀರಿ? ಅಲ್ಲಿ ದೆಹಲಿ ಗಲಭೆಯ ಹೆಸರಿನಲ್ಲಿ ಉಮರ್ ಖಾಲಿದ್ ಅಂತವರು ಕೆಂತ ನೀವು ಸಂಚು ರೂಪಿಸಿದ ಆರೋಪದಲ್ಲಿ ಅವರನ್ನು ಬಂಧಿಸಿಟ್ಟಿದ್ದೀರಿ. ಯಾಕೆ ಇಲ್ಲಿ ನಡೆದಂತಹ ಕೊಲೆಗಳ ಹಿಂದೆ ಯಾವುದೇ ಸಂಚು ಇಲ್ಲವೇ? ಸಂಚು ರೂಪಿಸಿದವರನ್ನು ಬಂಧಿಸಲು ನಿಮ್ಮಿಂದ ಸಾಧ್ಯವಿಲ್ಲವೇ? ಯಾಕೆ ಕಾನೂನಿನ ಹೆಸರಲ್ಲಿ ತಪ್ಪಿಸಿಕೊಳ್ಳುವುದನ್ನು ಬಿಟ್ಟು ಇರುವಂತಹ ಕಾನೂನುಗಳನ್ನು ಸರಿಯಾಗಿ ಬಳಸಿಕೊಂಡು ಇಲ್ಲಿ ಜಾಮೀನು ಸಿಕ್ಕಿದೆ ಆರೋಪಿಗಳಿಗೆ, ಅವರ ಜಾಮೀನು ಕ್ಯಾನ್ಸಲ್ ಮಾಡಲಿಕ್ಕೆ ಈವರೆಗೂ ನಿಮ್ಮಿಂದ ಹೈಕೋರ್ಟ್ ಹೋಗಲಿಕ್ಕೆ, ಸುಪ್ರೀಂ ಕೋರ್ಟ್ ಹೋಗಲಿಕ್ಕೆ ಯಾಕೆ ನಿಮ್ಮಿಂದ ಸಾಧ್ಯವಾಗಲಿಲ್ಲ? ಕಾನೂನು ಇದೆ, ಕಾನೂನನ್ನು ಸರಿಯಾಗಿ ಬಳಸಿಕೊಳ್ಳಿ. ನೀವು BJP ಯೂಸ್ ಮಾಡಿದಾಗ ಕಾನೂನು ಮಿಸ್ಯೂಸ್ ಆಗ್ತದೆ ಅಂತ ಹೇಳುವವರು, ಇರುವ ಕಾನೂನನ್ನು ಸರಿಯಾಗಿ ಯೂಸ್ ಮಾಡೋದನ್ನು ಫಸ್ಟಾಗಿ ನೀವು ಮಾಡಬೇಕು. ಇನ್ನು ನೀವು ಗ್ಯಾರಂಟಿ ಸರ್ಕಾರ ಅಲ್ವಾ? ನೀವು ಗ್ಯಾರಂಟಿ ಸರ್ಕಾರ, ನಿಮ್ಮ ಗ್ಯಾರಂಟಿ ಯಾವುದು? ನಿಮ್ಮ ಮ್ಯಾನಿಫೆಸ್ಟೋ ಅಲ್ವಾ ನಿಮ್ಮದು ಗ್ಯಾರಂಟಿ? ಸರಿ, ನೀವು ಹೇಳಿದಂಥ ಮೇಯ್ನ್ 5 ಗ್ಯಾರಂಟಿಗಳು ನೀವು ನೀಡ್ತಾ ಇದ್ದೀರಿ.
ನಿಮ್ಮದು ಮ್ಯಾನಿಫೆಸ್ಟೋದ 11ನೇ ಪುಟದಲ್ಲಿ ನಾವು ಬಜರಂಗ ದಳದಂತಹ ಕೋಮು ದ್ವೇಷ ಹರಡುವಂತಹ ಸಂಘಟನೆಗಳನ್ನು ನಾವು ಬ್ಯಾನ್ ಮಾಡ್ತೇವೆ ಅಂತ ನಿಮ್ಮ ಮ್ಯಾನಿಫೆಸ್ಟೋದಲ್ಲಿ ನೀವೇ ಹೇಳಿದ್ದು. ಇದು ನೀವು ಅಧಿಕಾರಕ್ಕೆ ಬಂದ ಮೇಲೆ ಹೇಳಿದ ವಿಷಯ ಅಲ್ಲ, ನಿಮ್ಮ ಮ್ಯಾನಿಫೆಸ್ಟೋದಲ್ಲಿರುವಂತಹ ವಿಷಯ. ಆ ಮ್ಯಾನಿಫೆಸ್ಟೋವನ್ನು ನೋಡಿಕೊಂಡು ನೀವು ನೀಡಿದಂತಹ ಗ್ಯಾರಂಟಿಗಳನ್ನು ನೀಡಿಕೊಂಡು ಇಲ್ಲಿಯ ಜನರು ನಿಮಗೆ ವೋಟ್ ಮಾಡಿ ನಿಮ್ಮನ್ನು ಅಧಿಕಾರಕ್ಕೆ ತಂದದ್ದು. ಇನ್ನು ನೀವು ಹೇಳ್ಬೋದು ನಮಗೆ ವೋಟ್ ಸಿಗಲ್ಲ ಅಂತ. ನಿಮ್ಮ ಮ್ಯಾನಿಫೆಸ್ಟೋದಲ್ಲಿರುವ ವಿಷಯ ಇದು, ಅಲ್ಲದೆ ನೀವು ನಂತರ ಹೇಳಿದಲ್ಲ, ನೀವು ಅದು ಹೇಳಿಕೊಂಡು ಅಧಿಕಾರಕ್ಕೆ ಬಂದಂತಹದ್ದು. ಯಾವಾಗ ನೀವು ಬ್ಯಾನ್ ಮಾಡ್ತೀರಿ? ಬಜರಂಗ ದಳದಂತಹ ಸಂಘಟನೆಗಳು ಇನ್ನಾದರೂ ನೀವು ಬ್ಯಾನ್ ಮಾಡಬೇಕು. ನೀವು ಏನು ಹೇಳಿದ್ದು? ಅಗತ್ಯ ಬಂದಾಗ ಕೋಮು ದ್ವೇಷ ಹರಡುವುದಾದರೆ ಪರಮೇಶ್ವರ್ ಅಂತ ನಿಮ್ಮ ಗೃಹ ಮಂತ್ರಿಯವರು ಹೇಳಿದ್ದು ಅಗತ್ಯ ಬಿದ್ದಲ್ಲಿ ನಾವು ಆ ರೀತಿ ಕ್ರಮಗಳನ್ನು ಕೈಗೊಳ್ತೇವೆ ಅಂತ. ಇನ್ನು ಯಾವ ಅಗತ್ಯ? ಎರಡೆರಡು ಅಮಾಯಕರ ಜೀವ ಇಲ್ಲಿ ಬಿದ್ದು ಹೋಗಿದೆ. ಕೋಮು ದ್ವೇಷದಲ್ಲಿಯೇ ಈ ನಗರ ಇದೆ. ಹಾಗಾದರೆ ಇನ್ನು ಏನು ನಡೀಬೇಕು? ಅದೇ ನಮ್ಮದು. ನೀವು ಬಜರಂಗ ದಳದಂತಹ ಸಂಘಟನೆಗಳನ್ನು ನೀವು ಬ್ಯಾನ್ ಮಾಡಬೇಕಾದಂಥದ್ದು. ಇನ್ನು ಮೂರನೇ ವಿಷಯ, ಈ ಪ್ರತಿಭಟನೆ ನಡೆಯುವಾಗ ಲೈನ್ನಲ್ಲಿ ಇಲ್ಲಿ ಸ್ಪೆಷಲ್ ಆ್ಯಕ್ಷನ್ ಫೋರ್ಸ್ ನಿಂತಿತ್ತು. ಆ ಸ್ಪೆಷಲ್ ಆ್ಯಕ್ಷನ್ ಫೋರ್ಸ್ ಅವರು ಇಲ್ಲಿ ಏನು ಪ್ರತಿಭಟನೆ, ಇದೇ ರೀತಿಯ ಪ್ರತಿಭಟನೆಗಳು ಹಲವು ವರ್ಷಗಳಿಂದ ನಡೆಸಿ ಅದರ ಫಲವಾಗಿತ್ತು ಇಲ್ಲಿ ನಿಂತಹ ಸ್ಪೆಷಲ್ ಆ್ಯಕ್ಷನ್ ಫೋರ್ಸ್. ಆ ಸ್ಪೆಷಲ್ ಆ್ಯಕ್ಷನ್ ಫೋರ್ಸ್ ಬಹುಶಃ ಅವರಿಗೆ ಒಂದು ಟ್ರೈನಿಂಗ್ ಕ್ಲಾಸ್ ಆಗಿರಬೇಕು. ಈ ಪ್ರತಿಭಟನೆ ಯಾಕೆ ನಿಮ್ಮನ್ನು ಇಲ್ಲಿ ತಂದು ನಿಲ್ಲಿಸಲಾಗಿದೆ ಎಂಬುದು ಬಹುಶಃ ಇಲ್ಲಿ ನಿಂತಹ ಸ್ಪೆಷಲ್ ಆ್ಯಕ್ಷನ್ ಫೋರ್ಸ್ ಪೊಲೀಸರು ಅರ್ಥ ಮಾಡಿಕೊಂಡಿರಬೇಕು. ಅದೇ ಏನು ನೀವಿಲ್ಲಿ ಪ್ರತಿಭಟನೆಯಲ್ಲಿ ಕೇಳಿದ್ದೀರಾ, ಇದನ್ನೇ ಹಲವು ವರ್ಷಗಳಿಂದ ನಾವು ಹೇಳ್ತಾ ಇದ್ದೇವೆ. ಆ ಹಲವು ವರ್ಷಗಳಿಂದ ಹೇಳಿದ ಪರಿಣಾಮವಾಗಿ ನೀವು ಇವತ್ತು ಇಲ್ಲಿ ನಿಂತದ್ದು. ಈ ಸ್ಪೆಷಲ್ ಆ್ಯಕ್ಷನ್ ಫೋರ್ಸ್ ಅದರ ಕೆಲಸವನ್ನು ಸರಿಯಾಗಿ ಮಾಡ್ತೇವೆ ಅಂತ ನಾವು ಅನಿಸ್ಕೊಳ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲಿ ಅಶ್ರಫ್ ಸಹೋದರರು ಇಲ್ಲಿದ್ದರು. ಅವರು ಹೊಸ ಪೊಲೀಸ್ ಕಮಿಷನರ್ ಅವರ ಬಗ್ಗೆ ಬಹಳ ಸಮಾಧಾನವನ್ನು, ಭರವಸೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸಿದರು. ಆ ಭರವಸೆಯನ್ನು ಪೊಲೀಸ್ ಕಮಿಷನರ್ ನೀಗಿಸ್ತಾರಂತ ನಾನು ನಂಬ್ತಾ ಇದ್ದೇನೆ.